ചുള്ളിയോട് ഉണ്ണിക്കുളത്ത് കാട്ടാനയുടെ വിളയാട്ടം. കല്ലന്തോടൻ അബ്ദുറഹ്മാന്റെ കുലച്ച വാഴകളും കമുകുകളും കാട്ടാന നശിപ്പിച്ചു. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നിലേറെ ആനകൾ വന്നിട്ട് എൻ്റെ കൃഷിസ്ഥലം ഇവിടെയുള്ള ബാക്കിലുള്ള 7 സെന്റ് സ്ഥലത്ത് ഞാൻ പ്രത്യേകം സ്ഥലം 7 സെന്റ് സ്ഥലം എടുത്തിട്ട് അത് പച്ചക്കറി അങ്ങനെയുള്ള കൃഷിയൊക്കെ ഉണ്ടാക്കുകയാണ്. അത് 10-25,000 രൂപ മുടക്കി പിന്നെ കമ്പി ഇട്ടതാണ് പന്നി വരുന്നതിന് ഉള്ള പ്രയാസത്തിൽ. ഇപ്പൊ പന്നി കുറച്ച് എൻ്റെ ശല്യം കുറച്ച് കുറഞ്ഞപ്പം കമ്പി വലിയിട്ടപ്പോൾ പന്നിയുടെ ശല്യം കുറച്ച് കുറഞ്ഞു. പക്ഷെ അപ്പോൾ ആന വന്നിട്ട് ഇന്നലെ ഇവിടെ ആകെ ഈ വാഴ കംപ്ലീറ്റ് 25-ഓളം വാഴയും അതുപോലെ തന്നെ 13-14 കവുങ്ങും നാശമാക്കിയിരിക്കുകയാണ്. ഇന്നലെ പുലർച്ചെ 2:30-3 മണിക്കും ഇടയിലാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്തിയത്. 7 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന കർഷകന്റെ 25ഓളം വാഴകളും 15ഓളം കവുങ്ങുകളുമാണ് കാട്ടാനകൾ നശിപ്പിച്ചത്. കാട്ടുപന്നികളുടെ ശല്യം തടയുവാനായി 25,000-ഓളം രൂപ മുടക്കി അടുത്തിടെ കമ്പിവേലി കിട്ടിയിരുന്നെങ്കിലും ആനകൾ എത്തി കമ്പിവേലി തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ആനകൾ വരുത്തിയിരിക്കുന്നത്. ഞാൻ രാത്രിയും രാവിലെയും വൈകുന്നേരത്തൊക്കെ നനക്കണത്. ഇത്രയും മുതൽ ഞങ്ങൾ കൊണ്ടിറക്കുന്നുണ്ട്. മോളിമാരതില്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടിറക്കണത്. ഇത്രയും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടതിന്ന്? ഓൽക്കുണ്ടെങ്കിൽ നമുക്ക് 10 രൂപ ഉണ്ടാവുള്ളൂ. അതും ഇല്ലാത്ത കുളത്തിലാകണത്. കടുത്ത വരൾച്ചയിലും കുടിക്കുവാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ വളരെ കഷ്ടപ്പെട്ട് നനച്ചു വളർത്തിയ പച്ചക്കറികളും കൃഷിയുമാണ് ഒറ്റ രാത്രി കൊണ്ടില്ലാതായത്. പ്രദേശത്ത് കാട്ടാന ശല്യം പതിവാണെന്നും മുൻപും പലതവണ ആനകൾ ഇറങ്ങി കർഷകന്റെ കൃഷിയിടം നശിപ്പിച്ചിട്ടുണ്ടെന്നും പറയുന്നു. കരുളായ മുതൽ ചക്കിക്കുഴി വരെ അടിയന്തരമായി ഫെൻസിംഗ് സംവിധാനം നടപ്പിലാക്കി കർഷകരുടെയും നാട്ടുകാരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ അധികൃതർ ഉടനടി ഇടപെടൽ നടത്തണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെൻസിംഗ് സംവിധാനം യാഥാർത്ഥ്യമായാൽ മാത്രമേ വന്യമൃഗശല്യത്തിൽ നിന്നും കർഷകർക്ക് രക്ഷ നേടാൻ സാധിക്കൂ എന്ന് നാട്ടുകാർ പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.